ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കൽപ്പറ്റ ചുണ്ടേലിൽ ഒരു വാഹനാപകടം നടന്നു. ഓട്ടോറിക്ഷയിൽ ഥാർ ജീപ്പ് ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിക്കുന്നു. ഇത് സ്വാഭാവിക അപകടമാണെന്ന് പോലീസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു. മരിച്ചത് നവാസ് എന്ന 44 വയസ്സുകാരൻ. പക്ഷേ ഈ അപകടത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആരോപിച്ചു. നവാസിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ആരോപിച്ചു. അങ്ങനെ പോലീസ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഈ അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന സംശയം ബലപ്പെട്ടു. ഇനി എന്തിനായിരുന്നു ഈ അപകടം, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഈ കാർ ഓടിച്ചിരുന്ന ആൾ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഥാർ ജീപ്പ് ഓടിച്ചിരുന്ന ആൾ ശ്രമിച്ചത്, ഇങ്ങനൊരു കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്താണ്? അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട നവാസിൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഈ കൊലയാളികൾ എന്ന് പറയപ്പെടുന്ന 2 പേരുണ്ട്. 2 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് ഥാർ ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദും അയാളുടെ സഹോദരൻ അനിൽ ഷാദുമാണ് പിടിയിലായത്. ഈ സുമിൽ ഷാദിൻ്റെയും അനിൽ ഷാദിൻ്റെയും പിതാവ് അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ഈ ചുണ്ടേൽ ഭാഗത്ത് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ഈ ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ട് നവാസിൻ്റെ ഭാര്യ മാതാവിന്. അപ്പോൾ ഈ കടകൾ തമ്മിൽ കടകളുടെ പ്രവർത്തനം സംബന്ധിച്ച് തർക്കങ്ങൾ നിലവിലുണ്ട്. സുലൈമാൻ ആയിട്ടും, അതായത് സുൽഫിക്കറുമായി, ഈ പ്രതികളുടെ പിതാവിൻ്റെ പേര് സുൽഫിക്കർ എന്നാണ്. ഈ സുൽഫിക്കറുമായി നവാസ് ചെറിയ തോതിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. സുൽഫിക്കറും ഈ നവാസിൻ്റെ ഭാര്യ മാതാവ് നടത്തുന്ന കട, സുൽഫിക്കറിന് ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ എതിർവശത്താണ് ഈ കടയുള്ളത്, സ്റ്റേഷനറി കടയുള്ളത്. ഇവർ തമ്മിലുള്ള സ്പർദ്ധയിൽ നവാസും കക്ഷിയായിരുന്നു. ഈ 1-2 തവണ വാക്കേറ്റമൊക്കെ നടന്നിട്ടുണ്ട്. ഇത് വൈരാഗ്യത്തിൻ്റെ ഒരു കാരണമായി പോലീസ് കണ്ടെത്തി. മറ്റൊരു കാരണം പോലീസ് പറയുന്നത് എന്താണ്? ഈ സുൽഫിക്കറിൻ്റെ കടയുടെ മുന്നിൽ തിങ്കളാഴ്ച പുലർച്ചെ ആരോ കൂടോത്രം ചെയ്തു വെച്ചു. അത് നവാസാണ്. ഈ ഹോട്ടൽ ബിസിനസ് നശിച്ചു പോകാൻ ആരോ കൂടോത്രം ചെയ്തു. അത് നവാസാണ് ചെയ്തതെന്ന് ഈ പ്രതികളായ സുമിൽ ഷാദും അതുപോലെ തന്നെ അനിൽ ഷാദും ധരിച്ചു വെച്ചു. അങ്ങനെയാണ് ഈ ഒരു അപകട നാടകം സൃഷ്ടിച്ച് നവാസിനെ കൊലപ്പെടുത്താൻ ഈ പ്രതികൾ തീരുമാനിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ സുനിൽ ഷാദും ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് കിടക്കുന്ന ആൾ, അതായത് അയാൾക്കും പരിക്കേറ്റ വാഹനാപകടത്തിൽ ഇയാൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാൾ അങ്ങനെ ആശുപത്രിയിലാണ്. എങ്കിലും ഉള്ളിൽ അയാൾ സന്തോഷിച്ചു. ആ നവാസിനെ അങ്ങ് ഇല്ലാതാക്കിയല്ലോ, അവൻ ചത്തുപോയല്ലോ, ആരും എന്നെ പിടിക്കില്ലല്ലോ, വാഹനാപകടം സ്വാഭാവികമായി സംഭവിച്ചതില്ല, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിസ്സാര കേസൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് ആശ്വസിച്ച് കിടക്കുമ്പോഴാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സംശയത്തെ പ്രതി പോലീസ് ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും നാട്ടുകാരുടെ മൊഴികൾ എടുക്കുകയും CCTV പരിശോധിക്കുകയും ചെയ്തത്. പോലീസ് ആശുപത്രിയിലെത്തി ഈ ഡ്രൈവറെ ചോദ്യം ചെയ്തു. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? CCTV ദൃശ്യങ്ങളിൽ ഇങ്ങനെ കാണുന്നല്ലോ, നാട്ടുകാർ ഇങ്ങനെ പറയുന്നല്ലോ, ബന്ധുക്കൾ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ചോദിച്ചു. തീർച്ചയായും സുനിൽ ഷാദ് അപ്പോൾ പെട്ടു. കാരണം പറയാതെ നിവർത്തിയില്ല. അപ്പോഴാണ് ഈ വ്യക്തിവൈരാഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. വ്യക്തിവൈരാഗ്യമാണ് ഇങ്ങനൊരു അപകടം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചത്. പിന്നെ കൂടോത്രമാണ്, പെട്ടെന്നുള്ള പ്രകോപനം. ഇത് നവാസാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ, അതുകൊണ്ടാണ് അയാളെ ഇല്ലായ്മ ചെയ്തത് എന്ന് ഇയാൾ സമ്മതിച്ചു. പോലീസ് പിന്നെ അമാന്തിച്ചില്ല. കഴിഞ്ഞ ദിവസം, അതായത് അപകടം നടന്ന തിങ്കളാഴ്ച, കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 2 ദിവസം കൊണ്ട് തന്നെ ഈ കേസിലൊരു പരിസമാപ്തിയിലെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഈ പ്രതികളെ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്യിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കണിച്ചുകുളങ്ങര വാഹനാപകടം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണിച്ചുകുളങ്ങര ഹിമാലയ ചിട്ടി ഫണ്ടും അതിനകത്തും പ്രതികൾ ഇതാണ് ചെയ്തത്. ഈ എതിർചേരിയിലുള്ള ഒരാളെ വധിക്കാൻ വേണ്ടി അവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ലോറി ഓടിച്ച് കയറ്റുകയായിരുന്നു. അതിനും പ്രതികൾ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. കണിച്ചക്കുളങ്ങര വാഹനാപകടം. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വാഹനാപകടം പ്ലാൻ ചെയ്യുക, എന്നിട്ട് അത് നടപ്പിലാക്കുക, ക്രൂരമായി കൊലപ്പെടുത്തുക, രക്ഷപ്പെടാനുള്ള പഴുതുകൾ എല്ലാം ഒരുക്കി വെച്ച ശേഷമാണ് ഈ അപകടം സീൻ ക്രിയേറ്റ് ചെയ്യുന്നവരെ. ഇത് സിനിമാ കഥകളെ വെല്ലുന്ന കൊലപാതക സംഭവമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം ക്രിമിനലുകളെ വേണ്ട രീതിയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ, അതായത് കൃത്യമായ ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. കാരണം ഇങ്ങനെയുള്ള ഈ ആസൂത്രിത കൊലപാതകങ്ങൾ, വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ കൊലപാതകങ്ങളൊക്കെ നടന്നു പോകാം, അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇങ്ങനെ ആസൂത്രിതമായൊക്കെ ഒരാളെ പ്ലാൻ ചെയ്ത് ഇയാൾ വാഹനത്തിൽ പോകുമ്പോൾ, വാഹനം പോയ റൂട്ടൊക്കെ നല്ല എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്കാണ് വാഹനം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എതിർദിശയിൽ വന്ന് ഈ ജീപ്പ് ഇടിച്ചു കയറുകയാണ്, ഥാർ ജീപ്പ് ഇടിച്ചു കയറ്റുകയാണ് ഓട്ടോറിക്ഷയിലേക്ക്. അപ്പോൾ അതൊക്കെ ക്രൂരമായ പൈശാചികമായ സംഭവങ്ങളാണ്. ഈ പ്രതികൾക്കൊക്കെ തക്ക ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള കുറ്റപത്രം പോലീസ് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുമെന്ന പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. ഇനി വരുന്ന ആളുകൾ അറിയാം ഇവരുടെ ശിക്ഷ എന്തൊക്കെയായെന്ന്, ഇനി വർഷങ്ങൾക്ക് ശേഷം അറിയാം ഇവരെ ശിക്ഷിച്ചോ എന്നൊക്കെ.